എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ശില്പികൾക്ക് വേണ്ടിയുള്ള ഒന്നാണ്. ഒപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും അവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമായി ഒന്ന് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ ഒന്ന് ഓൺ ചെയ്താൽ അതിലാകെ എപ്പോഴും ഒരു എന്താ അവർ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ച് അവരെപ്പോഴും വായിൽ വന്ന ഇതാണ് ഇതെന്ത് ഇത് മോദി കാ രാജ്യ, ഇത് മോദിയുടെ ഭാരതമാണ് അന്ന് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ അത് ആപ്പോസിഷൻ. അവർ പറയുന്നത് എന്താണ്, ട്രംപിനെ ചുമതലപ്പെടുത്തി, ട്രംപിനെ ആര് വിളിച്ചു, അത് വേറൊരു കൂട്ടർ. ഇനി ഏത് സമയത്തും വാതോരാതെ പറയുന്ന ഈ പൂർവ്വകാലത്തുള്ള എല്ലാ ഡിസീസിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അതിന് വെള്ളം പൂശി കുറച്ചുകൂടെ അതിനെ ഒന്ന് ബൂസ്റ്റിങ് ചെയ്ത് സംസാരിക്കുക. അത് ചില ചാനലുകാരുടെ വലിയൊരു ദുഷിച്ച നാറിയ ഒരു ഹാബിറ്റ്സായിട്ട് മാറിയിരിക്കുകയാണ്. സിംല കരാറിനെ കുറിച്ച് അതെടുത്തുകൊണ്ട് വരിക. ഇന്ദിരാഗാന്ധിയുടെ സമയമല്ല ഇത് മോദിയുടെ സമയമാണ്. അത് ഒരു കൂട്ടർ. പിന്നെ മറ്റൊരു കൂട്ടർ, ട്രംപിന് ആരാണ് ഇടപെടുത്തിയത്, അത് ഇന്ത്യക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ, മോദിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ട്രംപ് ഇങ്ങനെ സീസ് ഫയർ പ്രഖ്യാപിച്ചത്. ട്രംപ് ഒന്നും സീസ് ഫയർ പ്രഖ്യാപിച്ചില്ല. ഒന്ന് വ്യക്തമായിട്ട് ഈ കോൺഗ്രസ്സുകാരോടും മറ്റുള്ള കക്ഷിക്കാരോടൊക്കെ ഒന്ന് പറയുന്നത്, നമ്മുടെ ഒരു വീട് തീപിടിച്ചു, ആ തീപിടിച്ചാൽ അയൽവക്കത്ത് ആര് കണ്ടു നിന്നാലും ഓടി വരും, ആ തീയെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും, അവർ വെള്ളം കോരി ഒഴിക്കും, ഇതൊക്കെ ചെയ്യും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അറിയുന്ന 2 പേർ യുദ്ധം തുടങ്ങി, അത് രൂക്ഷമായി. ഈ 2 പേരെന്ന് വെച്ചാൽ ട്രംപിന് വളരെ നല്ല രീതിയിൽ അറിയുന്നതാണ് 2 രാജ്യത്തെയും. പാകിസ്ഥാനെ അറിയാം, ഇന്ത്യയും അറിയാം. ഇത് ട്രംപിൻ്റെ ഇടപെടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാം. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ട്രംപിന് ഈ ചൈനക്കാരുടെ ഒരു കടന്നുകയറ്റം മറ്റു രാജ്യങ്ങളുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ. എന്തായാലും ചൈനയും ഇന്ത്യയും തമ്മിൽ അത്ര വലിയ ഒരടുപ്പം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അതിൻ്റെ സംവിധാനം ഉണ്ടാകും. എന്നാൽ ട്രംപിന് ഒരു മുൻകാലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മോദിയുമായിട്ട് ഫ്രണ്ട് നല്ലൊരു സുഹൃത്ത് പോലെയുണ്ട്. അവർ നല്ലൊരു സുഹൃത്ത് പോലെ സൃഷ്ടിച്ചിരിപ്പുണ്ട് എന്ന് കരുതി ട്രംപ് വിചാരിക്കുന്നത് പോലെ എല്ലാം മോദി നടത്തി കൊടുക്കുന്നില്ല, അത് നടത്തത്തുമില്ല. മോദിയെക്കുറിച്ചും മോദിയുടെ രാജ്യത്തെക്കുറിച്ചും ഒക്കെ ഒരുവിധം നല്ല ബോധമുണ്ട്. വേണ്ട സമയത്ത് വേണ്ട ആക്ഷനും എടുക്കുന്നുണ്ട്. ഏത് ഭരണാധികാരിയായിരുന്നാലും എന്ത് ചെയ്താലും അത് 100% ശരിയാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും പിഴവുകളും അതിന് മുന്നിൽ സംഭവിച്ചിരിക്കുന്നു. അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിഴവുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ BJPക്കാർ പറയുന്നു സിംല കരാറിൻ്റെ കുഴപ്പമാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ നടത്തിയെന്ന്. സിന്ധു ജലനദി തകരാറാണ്, സിന്ധു നദിയുമായിട്ടുള്ള അതും ഇതെങ്ങനെയാണ് സംഭവിച്ചത്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളോടൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, കാലഘട്ടങ്ങൾക്ക് അനുസരണമായ രീതിയിലായിരിക്കും കാലചക്രം തിരിയുക. അതിനാർക്കും മാറ്റിമറിക്കാൻ പറ്റില്ല. സിന്ധു നദി കരാറും ഈവൻ സിംല കരാറും അന്നത്തെ കാലങ്ങൾക്ക് യോജ്യമായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക, ഇത്
ട്രംപാണ്, ഇത് മോദിയാണ്, ഇത് മോദിയുടെ രാജ്യമാണ്. ഒന്ന് ഈ പറയുന്നവർ മനസ്സിലാക്കുക, ഈ മോദി എന്ന് പറഞ്ഞ് ഇപ്പോഴാണ് വന്നത്. മുൻകാലങ്ങളിൽ മോദി ആർക്കും അറിയില്ല. അദ്ദേഹം പൊളിറ്റീഷ്യനായിരിക്കാം, അദ്ദേഹം എന്തായിരിക്കും. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ ഈ മോദി ഇപ്പോൾ ഇരിക്കുന്ന രാജഭവനം, അദ്ദേഹത്തിൻ്റെ വസതിയെല്ലാം മുൻകാലത്തുള്ള ആൾക്കാർ നിർമ്മിച്ചതാണ്, താമസിച്ചതാണ്. ഇനിയിപ്പോൾ മോദി പോയാൽ മറ്റൊരാൾ വരുമ്പോൾ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഒരിക്കലും മുൻ ഭരണാധിപന്മാരെ കുറ്റപ്പെടുത്തുന്നത് ഒന്ന് നിർത്തുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. അതൊക്കെ നാണക്കേട്. നമ്മുടെ രാജ്യത്ത് തന്നെ അഭിമാനം കൊള്ളാവുന്ന ഒന്നല്ല. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. ഈ രാജ്യം ആരൊക്കെ ഭരിച്ചോ അവർക്ക് അപാകത ഉണ്ടായിരിക്കാം, അവർക്ക് നല്ലതുണ്ടായിരിക്കാം, മോശമുണ്ടായിരിക്കാം. അതെല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ മോദിയിലും ഉണ്ട് നല്ലതും ചീത്തതും ഒക്കെ. നല്ല വശമുണ്ട്, മോശ വശമുണ്ട്. അത് മോദിയുടെ തെറ്റല്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ പോളിസി എടുക്കുന്നു. അത് ചിലപ്പോൾ ചില തകരാറുകൾ അവിടെ ഉണ്ടായേക്കാം. നമ്മളിതെല്ലാം മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വല്ല കവരയ്ക്ക് പോയിരുന്ന 100 ഈ എന്താ പറയുന്നത്, ഈ ഒരു സമരം നമ്മുടെ കേരളത്തിൽ അറിയുമല്ലോ, ഒരു സമരം പ്രഖ്യാപിച്ചാൽ അന്ന് ബാമ്പെടുക്കും, അന്ന് ബഹളമെടുക്കും, തീപ്പന്തം കൊളുത്തും, സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. അത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ആ പരിപാടി പോലെ അല്ല ഒരു രാജ്യത്തെ നയിക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈ പ്രധാനമായിട്ട് എനിക്ക് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നയിക്കുന്നവരോടൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ഈ തുടരെയുള്ള ചില വർത്തമാനങ്ങൾക്ക് ഒന്ന് അയവ് വരുത്തുക. നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് നല്ലതാണ്. നിങ്ങൾ യുദ്ധത്തെക്കുറിച്ച് പറയൂ, അവിടെ ബോംബേതിനെ കുറിച്ച് പറയൂ, നമ്മുടെ പട്ടാളത്തിനെ കുറിച്ച് പ്രശംസിക്കുക, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുക, ആ കാര്യങ്ങൾ പറയുക. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്. അതല്ലാതെ ഒരു കൂട്ടർ പറഞ്ഞു മോദി കാ രാജ്, അതൊരു കൂട്ടർ. മറ്റൊരും ഇന്ദിരാഗാന്ധി ഇങ്ങനെയല്ല, ഇന്ദിരാഗാന്ധി ഇതിലും കൂടുതൽ. എന്താണ് ഇന്ദിരാഗാന്ധി ഇതിലും കൂടുതൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ. പക്ഷെ അന്നത് പറ്റില്ല. അവരുടെ കഴിവിനനുസരിച്ച് അവരും ചെയ്തു. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്തോ മറ്റേ കപ്പൽപ്പട ഇങ്ങോട്ട് കയറാൻ അനുവദിച്ചില്ല, അവരെ തിരിച്ചുവിട്ട്. അതൊന്നും ഇന്ദിരാഗാന്ധിയുടെ ശക്തിയല്ല. ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ സാഹചര്യം അവരത് പറയിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് മോദിയും എന്താ ചെയ്യുന്ന, മോദിയുടെ സാഹചര്യം അനുസരിച്ച് മോദിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഇന്നത്തെ ടെക്നോളജിയും അന്നത്തെ ടെക്നോളജിയും ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാനൊക്കെ ഈ പട്ടാളത്തിൽ ഇരുന്ന് അവിടെ ഒരുപാട് ഞങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് ഇന്ന് കിട്ടുന്നതിൻ്റെ ഒരു 10% ഫെസിലിറ്റീസ് പോലും ഞങ്ങൾക്കന്ന് കിട്ടിയിരുന്നില്ല. ഈ ഫെസിലിറ്റീസ് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മാറ്റങ്ങൾ അന്ന് ഉണ്ടായേനെ. ബട്ട് എനിവേ വി ആർ ഹാപ്പി. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ടെക്നോളജി, നമ്മുടെ വികസനം, ഇതെല്ലാം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനുള്ള ഒരു 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 എന്താ പറയുക, പ്രശംസ ഇന്നത്തെ പ്രധാനമന്ത്രിക്കുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയെ ഈ മോദിക്കര എന്ന് പറയുന്നത് ഒന്ന് കരുതുക, ഇതൊന്നും നിങ്ങൾ കെട്ടിയ ഫൗണ്ടേഷൻ അല്ല സുഹൃത്തുക്കളെ. ഈ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ്ങായ ഫൗണ്ടേഷനും ഇതെല്ലാം ചെയ്ത മുമ്പത്തെ പൂർവികന്മാരാണ്. അത് നിങ്ങൾ ആരും മറക്കരുത്. സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒന്ന് ഇതിനെയൊക്കെ എല്ലാം മറന്നു പോയിട്ട് അറിയാമെങ്കിലും അവരത് സംസാരിക്കില്ല. ഒരു സോഷ്യൽ മീഡിയക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല. അപ്പം കാണുന്നവന് അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഇപ്പോഴുള്ള ഈ സോഷ്യൽ മീഡിയ. ഈവൻ ഞാനടക്കമുള്ളവർ ഞാൻ പറയാം, ഇത് നല്ല പ്രവണതയല്ല. എന്തിനാണ് ഈ കോൺഗ്രസ് ട്രംപ് എന്ന് പറഞ്ഞു 100 വശം വിളിച്ച് പറഞ്ഞു. അങ്ങേര് ഒന്ന് ഫോൺ ചെയ്ത് അസീസ് സാർ ആരും പറയും. ഇതിപ്പോൾ എന്തായാലും ഇവിടെ എന്തൊക്കെ പറയുന്നു, പലതും പറയുന്നില്ലേ. ഇരട്ടച്ചങ്കരെന്ന് പറയുന്നു, അതെന്ന് എന്തൊക്കെയാണ് ഇവിടെ കാട്ടുന്ന കോലാഹലങ്ങളൊക്കെ നടപ്പുള്ള കാര്യമാണോ ഇവിടെയൊക്കെ പറയുന്നത്? എന്തൊക്കെ പറയും? ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റത് ചെയ്യും, മറിച്ചത് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും?
ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഇവരായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടുമില്ല. ഈ ഫൗണ്ടേഷൻ ആരെങ്കിലും ഉണ്ടാക്കിയ ഫൗണ്ടേഷൻ ഇവർ പേരെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ കേരള മന്ത്രിമാരൊക്കെ നടക്കുന്ന പോലെയാണോ ഇന്ത്യ? അല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മോദിയെ ടാർണിഷ് ചെയ്യരുത്. അങ്ങർക്കുള്ള പേരിന് ആ പാർട്ടിക്കാർ തന്നെ ടാർണിഷ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒപ്പം കോൺഗ്രസ്സിലുള്ളവർ തന്നെ തകർത്ത് കളയരുത്. ആ ഇന്ദിരാഗാന്ധിക്ക് അവർക്ക് അവരുടേതായ ഒരു പേരുണ്ട്, അവരെ ഇതിലോട്ടൊന്നും വലിച്ചഴിക്കാതിരിക്കുക. കാരണം പാകിസ്ഥാനിൽ ഒരു സൈഡ് പട്ടാളത്തിൻ്റെ തലവേദന, വേറൊരു സൈഡ് എന്തോ മറ്റേ ഒരു ഒരു എനിക്കത് ഐ ഫർഗോട്ട് ഈ BLA ടീം ബലൂചിസ്ഥാൻ അവരുടെ ഒരു പ്രശ്നം. വേറൊരു വശത്ത് മുനീറും പട്ടാളം അവർ ഇത് ഇങ്ങനെ കിടന്ന് ബഹളവും ഒച്ചപ്പാടും നടക്കുന്നില്ല. അതേപോലെ ആ രീതിയിലല്ല, മറ്റൊരു രീതിയിൽ സോഷ്യൽ മീഡിയ തമ്മിത്തല്ല്. പിന്നെ ട്രംപിൻ്റെ പേരും പറഞ്ഞ് കോൺഗ്രസ് വേറൊന്ന്, മോദിക്കരായെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഒക്കെ നാണക്കേടാ. പ്ലീസ്, നാണം കെട്ട ഏർപ്പാടാണ്. നമുക്കിതല്ല, നമ്മൾ എന്തോരം മുകളിൽ പോയി. വി ടു ബി ഫെയിം, വി ഹാവ് ടു ബി പ്രൗഡ്. നമ്മൾ എന്ത് തന്നെയാണ്, നമ്മളിപ്പോഴും ജയിച്ച് നിൽക്കുന്നൊരു സാഹചര്യം, അതിന് നമ്മൾ കുറച്ച് കാണാതിരിക്കുക. യു പ്രൈസ് ദ പീപ്പിൾ. നമ്മുടെ ഈ വിജയം ഒതുക്കി തന്ന നമ്മുടെ സോൾജേഴ്സിനെ, അവരെക്കുറിച്ച് നമ്മൾ 10 വാക്ക് പറയുക, 2 വാക്ക് പറയുക. ദേ വിൽ ബി ഹാപ്പി. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോഴും നമ്മളുടെ ആ ഒരു അന്തരീക്ഷം നോട്ട് ക്ലിയർ. നമ്മുടെ ആകാശം അത്ര ക്ലിയർ, കുറച്ച് ക്രൗഡഡ് മേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യാനുള്ള ശക്തിയെല്ലാം നമുക്കുണ്ട്. നമ്മളൊന്നിലും അഹങ്കരിക്കരുത്. നമ്മൾ ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല. അത് അഹങ്കരിച്ചാൽ അത് നമുക്ക് തകരാറാണ്. ഈശ്വരൻ നമ്മളോടൊപ്പം കാണത്തില്ല. ഇതെല്ലാം ഈശ്വരൻ്റെ ഒരു ശക്തിയാണ്, ഈശ്വരൻ്റെ ഒരു വരദാനമാണ്. നാം ഇന്ത്യൻസ്, നമുക്ക് ഇത്രയും ശക്തി ഈശ്വരൻ തന്നല്ലോ, അതിൽ നമ്മൾ ജയം കണ്ടെത്തുന്നു. നമ്മൾ സത്യസന്ധമായി പോയാൽ നമുക്ക് എവിടെയും ജീവിക്കാം, നമുക്ക് എവിടെയും ജയിച്ച് വരാൻ പറ്റും. സോ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയോട് പറയുന്നു, നിങ്ങൾ ഒന്ന് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. വി ഹാഡ് പുതിയ ഒത്തിരി സബ്ജക്റ്റുകളുണ്ട്. പ്ലീസ്, മോദിയെയും വെറുതെ വിടുക, ഇന്ദിരാഗാന്ധിയെയും വെറുതെ വിടുക, ട്രംപിനെയും വെറുതെ വിടുക. ഈ പാർട്ടിക്കാർക്ക് തന്നെ ഇഷ്ടത്തിന് ആവശ്യത്തിന് പണികളുണ്ടല്ലോ. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരോടും പറയണു, ദയവ് ചെയ്ത് ഇന്ദിരാഗാന്ധിയിലൊന്നും വലിച്ച് ഇടരുത്. അവരുടേതായ ഒരു പ്രസക്തി അവർക്കുണ്ട്. അത് അവരുടെ പാർട്ടി മൂലം തകർന്നു. അതുപോലെ തന്നെ മോദിയോടും പ്രധാനമന്ത്രിയെയും ടാർണിഷ് ചെയ്യാൻ ഈ അവരുടെ പാർട്ടിക്കാരും ശ്രമിക്കരുത്. എല്ലാവരും നല്ലതാണ്, എല്ലാവരും ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരിന് ഇന്ത്യൻസാണ്. നമ്മൾ നമ്മുടെ വിജയത്തെയും നമ്മുടെ ഇതിനെയും നോക്കുക. അപാകതകൾ എല്ലാവർക്കും കാണും. അപാകത ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ലത് നടക്കത്തുള്ളൂ. തെറ്റിൽ കൂടിയേ മനുഷ്യൻ ശരി പിടിക്കത്തുള്ളൂ എന്നൊരു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു തുറന്ന സത്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാം നല്ലത് വരട്ടെ എന്ന് ഭവിക്കുക. നമ്മുടെ രാജ്യം ഭരിക്കുന്നവരായിരുന്നാലും നമ്മുടെ വടികൾ, നമ്മുടെ ഡിഫൻസിലുള്ളവരായിരുന്നാലും നമ്മുടെ എല്ലാ തുറയിലുള്ളവർക്കും നല്ല ബുദ്ധിയും നല്ല ശക്തിയും നല്ല സമാധാനവും വരണമെന്ന് അതായിരിക്കണം നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കേണ്ടത്. ഈ പാർട്ടിക്കാർക്കും തന്നെ നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റൂ. ലോകത്തിൽ നമ്പറുണ്ട്. നമ്മളിപ്പോൾ 4th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 4ാം നിരയിലാണ് നമ്മുടെ ഡിഫൻസ് ആണെങ്കിൽ നമ്മൾ 1ാമത്തെ നിരയിലെത്തണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പിന്നെ നമ്മൾ ഈ ജയിച്ച ജയമല്ല ജയം, ജയിക്കാൻ ഇനി കിടക്കുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ ടെക്നോളജി ഇതെല്ലാം നമ്മൾ ഇനിയും വീണ്ടും വികസിപ്പിച്ചെടുക്കണം. ഇതിനെല്ലാത്തിലുപരി ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ രാജ്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സൗകര്യമുണ്ട് നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവനെ സംസാരിക്കാൻ അനുവദിക്കരുത്, അവന് ജീവിക്കാനും അനുവദിക്കരുത്. അത് നമ്മൾ വളരെ സ്ട്രിക്റ്റായിരിക്കണം.
ഓക്കെ. സോ എനിക്കിങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ബട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. എപ്പോഴും ഒരു സോഷ്യൽ മീഡിയ തുറന്നാലും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർണിഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. കാണാം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വൈകാതെ തന്നെ. ജയ് ഹിന്ദ്.